ഇപ്പം നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് സ്ലാബ്, ഒരു ഗ്ലാസ് സ്ലാബിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിനെങ്ങനെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് സാധാരണ വരയ്ക്കാനായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരു ഗ്ലാസ് സ്ലാബ് ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഗ്ലാസ് സ്ലാബ് വെച്ചിരിക്കുന്നത് എയറിലാണ്. അപ്പം മുകളിലും താഴെയും എയർ ആയിരിക്കണം. പിന്നെ നടുക്ക് ഗ്ലാസ് സ്ലാബ്. ഇതിനകത്തോട്ട് ഒരു ഇൻസിഡൻറ്റ് റേ അത് വന്ന് പതിക്കണം. അപ്പം അത് വരയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് റൂളർ, സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ ഇതിൻ്റെ ലൈനുകളൊക്കെ വരയ്ക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ സ്കെയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അങ്ങോട്ടൊരു ഇൻസിഡൻറ്റ് റേ നമുക്ക് വരയ്ക്കണം. സ്കെയിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ആംഗിളിലാണ് സ്കെയിൽ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ കണ്ടു ആ ലൈന് എവിടെ വന്നിടിച്ചു? ആ ഗ്ലാസ് സ്ലാബിൽ വന്നിടിച്ചു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്കെയിൽ മാറ്റരുത്. സ്കെയിൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ കുറേ ഡോട്ടഡ് ലൈൻസ് താഴോട്ട് വരയ്ക്കുക. അതെന്തിനാണ് വരയ്ക്കുന്നത് വെച്ചാൽ ഈ ഗ്ലാസ് സ്ലാബ് ഇല്ലായിരുന്നുവെങ്കിൽ ലൈറ്റ് എങ്ങനെ പോകുമായിരുന്നു? ആ പാത്താണ് നമ്മളിപ്പോൾ ഒന്ന് വരച്ച് വെക്കുന്നത്. അതിൻ്റെ ആവശ്യം നമുക്ക് പിന്നീട് വരും. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇൻസിഡൻറ്റ് റേ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ഡോട്ടഡ് ലൈൻസ് വരച്ചു. അത് ആ ഗ്ലാസ് സ്ലാബ് ഇല്ലായിരുന്നുവെങ്കിൽ ലൈറ്റ് എങ്ങനെ പോകും എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഒരു നോർമൽ വരയ്ക്കണം. നോർമൽ വരയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം പ്രൊട്രാക്ടർ എടുക്കുക. ആ ഇൻസിഡൻറ്റ് പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ മിഡിൽ പോയിൻ്റ് വെച്ചു 90 വഴിച്ച് ഒരു വരച്ചു. ഓക്കെ. അപ്പോൾ ഇതാണ് നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 90 ഡിഗ്രീസിലാണ് നമ്മൾ നോർമൽസ് വരയ്ക്കുക. ശ്രദ്ധിക്കുക, ഇപ്പം ഇൻസിഡൻറ്റ് റേ ആയി, നോർമലായി. ഇനി എന്ത് സംഭവിക്കും? നിങ്ങൾ പിടിച്ച് ഈ റേ ബെൻഡ് ചെയ്യും. പല ചാൻസ് ഉണ്ട്. നോക്കിയേ, വേണമെങ്കിൽ ആ റേ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ നേരെ വരാം, അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് വരാം. പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് കിടക്കുമ്പോൾ എന്ത് ചെയ്യും? റേ ബെൻഡ് ടുവേഴ്സ് നോർമൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോർമലിനോട് ചേർത്ത് വരച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ആ റേ ബെൻഡ് ചെയ്തു. ഇപ്പം കണ്ടില്ലേ, ഒരു ഇൻസിഡൻറ്റ് റേ ആ ഒരു പോയിൻ്റൂടെ നമുക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഇൻസിഡൻറ്റ് റേ നോക്കുക, കണ്ടോ? അവിടെ ഒരു നോർമൽ, അവിടെ നോർമലും വരയ്ക്കുക. അതും നമ്മൾ പ്രൊട്രാക്ടർ കൊണ്ട് വരയ്ക്കും. ശരിക്കും റിഫ്രാക്റ്റഡ് റേ ആണിത്. പക്ഷേ രണ്ടാമത്തെ പ്ലെയിൻ നോക്കുവാണെങ്കിൽ അതൊന്ന് ഇടിക്കുകയാണ്. അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു? റേ വെളിയിൽ പോകുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ നേരത്തെ വരച്ച ലൈനിൻ്റെ പ്രത്യേകത. നമ്മുടെ ആ ലൈന് പാരലായിട്ട് കണ്ടോ, സ്കെയിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ മാറ്റുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലൈൻ വരയ്ക്കും. പാരൽ കണ്ടോ, ഈ രണ്ട് ലൈനുകളും ആ നേരത്തെ വരച്ചിരിക്കുന്ന ലൈനും ഇനിയിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ലൈനും പാരലായിരിക്കണം. ഓക്കെ. അപ്പോൾ സ്കെയിൽ നമ്മൾ വെച്ചിരിക്കുന്നു, പാരലായിട്ട് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് വെളിയിലോട്ടൊരു റേ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഈ രണ്ട് റേയും എങ്ങനെയായിരിക്കും?
ഈ വരച്ചിരിക്കുന്ന റേയും നേരത്തെ ഡോട്ടഡായിട്ട് വരച്ചിരിക്കുന്ന റേയും പാരലൽ. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേയും ഇപ്പോഴത്തെ ഫൈനൽ റിഫ്രാക്റ്റഡ് റേയും എല്ലാം പാരലൽ. ഓക്കെ, ഇപ്പം നമ്മുടെ പടം കഴിഞ്ഞു ശരിക്കും. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? കുറച്ച് മാർക്കിങ്ങുകളാണ് നമ്മൾ നടത്താനുള്ളത്. കാരണം ഇൻസിഡൻ്റ് ആംഗിളുകളുണ്ട്, ഇവിടെ റിഫ്രാക്റ്റഡ് ആംഗിളുകളുണ്ട്. നമ്മളതൊക്കെ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് റേ ഡയഗ്രാം ആകുമ്പോൾ നമ്മൾ ഡയറക്ഷൻസ് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ റേ ഇങ്ങനെ വരുന്നു, ഇതിനകത്തൂടെ കയറി പോകുന്നു, ഓക്കെ, പിന്നെ വെളിയിലോട്ട് ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ ആരോ മാർക്കുകളായി. ഇപ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ആരോകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് എന്തൊക്കെയാണ്? ആംഗിളുകൾ നമുക്ക് ചെക്ക് ചെയ്യണം, എത്ര ആംഗിളുകളുണ്ടെന്നുള്ളത്. പ്രധാനപ്പെട്ട ആംഗിള് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻസിഡൻ്റ് ആംഗിളാണ്, ഐ ആണ്. അത് ഇൻസിഡൻ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നോർമലും ഇൻസിഡൻ്റ് റേയും ഇടയ്ക്കുള്ള ആംഗിൾ. റിഫ്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റഡ് റേയും നോർമലും. ശ്രദ്ധിക്കുക, പിന്നെയും ഒരു ആംഗിളുണ്ട്, ഇൻസിഡൻ്റ് ആംഗിളുണ്ട്, വീണ്ടും ഒരു റിഫ്രാക്റ്റഡ് ആംഗിളുണ്ട്. അപ്പോൾ ശരിക്കും 2 ഇൻസിഡൻ്റ് ആംഗിളും 2 റിഫ്രാക്റ്റഡ് ആംഗിളും വന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പേര് കൊടുക്കുമ്പോൾ പല രീതിയിൽ കൊടുക്കാം. ചില ബുക്കുകൾ ഐ ഡാഷ് അങ്ങനെയൊക്കെ കൊടുക്കുന്നു. നമ്മളിവിടെ I1 എന്ന് കൊടുക്കാം. നമുക്ക് ആദ്യത്തെ ഇൻസിഡൻ്റ് ആംഗിൾ നമ്മൾ I1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്ത് വരുന്നുണ്ട്? റിഫ്രാക്റ്റഡ് ആംഗിൾ. അതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് ആംഗിൾ. അവിടെ നമ്മൾ R1 എന്ന് കൊടുത്തു. ശ്രദ്ധിക്കുക, I1-മായി R1-മായി 2 ആംഗിൾസായി. ഇനി എന്തുണ്ട്? ഇനി 2 ആംഗിൾ കൂടി ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് കൊടുക്കാം? R2 നമുക്ക് കൊടുക്കാം. പിന്നെ അടുത്തൊരു ആംഗിള് വരുന്നുണ്ട്, ആ ആംഗിൾ എന്നെ കൊടുക്കാം, ഇത് I2 എന്ന് കൊടുത്തു. ഇനി റിഫ്രാക്റ്റഡ് ആംഗിളാണ്, ആംഗിൾ നമുക്ക് എന്ത് കൊടുക്കാം? R2 നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ R2. അപ്പോൾ ആംഗിളുകളായി, I1-ആയി, R1-ആയി, I2-ആയി, R2-ആയി. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് ഈ പടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ നമ്മൾ നേരത്തെ വരച്ച ഡോട്ടഡ് ലൈൻസ് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഗ്ലാസ് സ്ലാബ് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നു ഈ ലൈൻ പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് പോയിരിക്കുന്നത് കുറച്ച് മാറിയാണ്, ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു ലാറ്ററൽ ഷിഫ്റ്റാണ്. എന്ന് വെച്ചാൽ ഇത്രയും ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു, നമ്മുടെ റേയെ അത്രയും ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ അതിനിടയ്ക്കുള്ള ഒരു ലൈനൂടെ നമുക്ക് മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഡീവിയേഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാകും. ഈ ലൈനാണ് ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത്. അത്രയും ദൂരമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ലൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് മാറിയിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അതുകൂടെ വരച്ച് കഴിയുമ്പം നമുക്ക് ഏതാണ്ട് പടം എല്ലായിരിക്കും. അതിനിപ്പോൾ നമ്മൾ D എന്ന് എഴുതുവാണെങ്കിൽ അത് ആ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന് സംഭവിച്ചിരിക്കുന്ന ഷിഫ്റ്റ്. ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് സൈഡിൽ എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് ഇംഗ്ലീഷ് ലെറ്ററുകൾ കൊടുക്കാം. ഓരോ പോയിൻറ്റിനും ഓരോ ലെറ്ററുകളും കൊടുക്കാം.
സാധാരണഗതിയിൽ ഇങ്ങനെ ഗ്ലാസ് സ്ലാബ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കില്ല. നമ്മളിപ്പം പടം വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ എയർ മുകളിലും ഗ്ലാസ് സ്ലാബ് നടുക്കും താഴെയും എയർ. ശ്രദ്ധിക്കുക, നമ്മുടെ പോയിൻ്റുകൾ I1, R1, I2, R2 ഇതാണ് ആംഗിളുകൾ. ഇനിയിപ്പം ലാറ്ററൽ സ്ലിഫ്റ്റ്, പിന്നെ ആരോ മാർക്സ്, ഇൻസിഡൻറ്റ് റേകളുടെ ഒക്കെ ആരോ മാർക്കുകളാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എയറും ഗ്ലാസും എയറെന്ന് എഴുതാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊടുക്കാൻ പോവുകയാണ്. ഓരോ പോയിൻറ്റിനും ഓരോ ലെറ്ററുകളും നമുക്ക് സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഏതൊക്കെയാണ് ഈ വരച്ചിരിക്കുന്നതെന്ന്. നമുക്കിപ്പം ആദ്യം ഇത് ഗ്ലാസ് ലാബ് ABCD ആണ് നമ്മുടെ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഗ്ലാസ് ലാബ്. അതുപോലെ തന്നെ EO അതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. അത് ഓയിൽ വന്നാണ് കൂട്ടിയിടിക്കുന്നത്. ഓയിൽ നിന്ന് O' അത് റിഫ്രാക്റ്റ് ചെയ്ത് പോവുകയാണ്. അതിനുശേഷം O' നിന്ന് Hലോട്ട് വരുന്നു. അതാണ് നമുക്ക് എമർജൻറ്റ് റേ ആയിട്ട് വരുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, N ഒരു നോർമലും, പിന്നെ M അത് അടുത്ത നോർമൽ. പിന്നെ ആംഗിളുകളാണ് I1 നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എയറും ഗ്ലാസും കൂടെയുള്ള ഇൻ ബിറ്റ്വീൻ ആണ്. പിന്നെ R അത് റിഫ്രാക്ഷൻ്റെ ആംഗിളാണ്. പിന്നെ വരുന്നത് I2 ആണ്. I2 ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോഴുള്ള ഇൻസിഡൻറ്റ് ആംഗിളാണ്. അവിടുന്ന് ഇത് വീണ്ടും വെളിയിലോട്ട് പോകുന്നു, അത് R2. പിന്നെ O തൊട്ട് L വരെ അതാണ് ലാറ്ററൽ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത്, ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, എയറും ഗ്ലാസും എയറും അത് മാർക്ക് ചെയ്യാനായിട്ട് ഓർത്തോണം. ഇപ്പോൾ നമ്മളിതിനൊരു പേര് കൊടുത്തു കഴിഞ്ഞു, അതിനൊരു ഹെഡിങ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ പടം ഏതാണ്ട് ഈ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.